നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. PM ആർഷോയ്ക്ക് വേണ്ടി മഹാരാജാസിൽ ചട്ടലംഘനം നടത്തിയ പ്രിൻസിപ്പലിന് താക്കീത് മാത്രം നൽകി ഒതുക്കിയിരിക്കുകയാണ്. SFI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ PM ആർഷോയ്ക്ക് അനർഹമായി PG ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകിയ എറണാകുളം മഹാരാജാസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ VS ജോയിക്കെതിരെയുള്ള നടപടി MG സർവകലാശാല സിൻഡിക്കേറ്റ് ഒരു താക്കീതിൽ ഒതുക്കിയിരിക്കുകയാണ് എന്ന ആരോപണം നിലവിൽ ശക്തമാവുകയാണ്. മറ്റ് നടപടികളിലേക്കൊന്നും കടന്നില്ല എന്നതാണ് ഇവിടെ ഉയരുന്ന ആരോപണം. ചട്ടവിരുദ്ധമായാണ് ആർഷോയ്ക്ക് സ്ഥാനക്കയറ്റം നൽകിയതെന്നും തെറ്റായ റിപ്പോർട്ടാണ് ഇത് സംബന്ധിച്ച് കോളേജ് നൽകിയതെന്നും ബോധ്യപ്പെട്ടതായി കഴിഞ്ഞ യോഗത്തിൽ രജിസ്ട്രാർ വിശദീകരിച്ചു. പക്ഷേ ഇടത് അനുകൂല സിൻഡിക്കേറ്റ് അതിൽ വേണ്ട രീതിയിലുള്ള ഒരു നടപടി എടുക്കാതെ താക്കീത് മാത്രം നൽകി വിട്ടയച്ചു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടി മാത്രമേ സ്വീകരിച്ചുള്ളൂ എന്ന ആരോപണമാണ് നിലവിൽ ശക്തമാകുന്നത്. നിലവിലെ സിൻഡിക്കേറ്റിന്റെ അവസാന യോഗത്തിലായിരുന്നു ഇത്തരത്തിൽ താക്കീത് നൽകിയുള്ള തീരുമാനം. ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണെന്ന് പ്രിൻസിപ്പലിനെ ഓർമ്മിപ്പിക്കണമെന്ന തീരുമാനം മാത്രമേ യോഗത്തിൽ സ്വീകരിച്ചതുള്ളൂ. ഏറെ വിവാദമുയർത്തിയ സംഭവമായിരുന്നു അത്. 2024 സംഭവം അരങ്ങേറിയത്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും MG സർവകലാശാല വൈസ് ചാൻസലർക്കും പരാതി നൽകിയതോടെയാണ് ഈ വിഷയം പുറം ലോകം അറിയുന്നത്. മഹാരാജാസിൽ 5 വർഷ ആർക്കിയോളജി ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ പ്രവേശനം നേടിയ ആർഷോയ്ക്ക് 6ാം സെമസ്റ്റർ പാസ്സാകാതെ 7ാം സെമസ്റ്ററിൽ പ്രവേശനം നൽകിയെന്നായിരുന്നു പരാതി ഉയർന്നത്. 5-6 സെമസ്റ്റർ പരീക്ഷ എഴുതാൻ 75% ഹാജർ വേണമെന്നിരിക്കെ 10% ഹാജരാണ് ആർഷോയ്ക്കുള്ളതെന്നും പരാതിയിൽ പരാതിക്കാർ വ്യക്തമാക്കിയിരുന്നു. ആർഷോയ്ക്ക് 6ാം സെമസ്റ്ററിൽ 10% ഹാജർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും സർവകലാശാല യൂണിയന്റെയും കോളേജ് യൂണിയന്റെയും പ്രവർത്തനങ്ങളുടെ പേരിൽ 27 ദിവസത്തെ ഹാജർ നൽകിയെന്നുമായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ സർവകലാശാലയ്ക്ക് നൽകിയ വിശദീകരണം. എന്തായാലും പ്രിൻസിപ്പലിന് ഒരു താക്കീത് മാത്രം നൽകി ഈ വിഷയം ഒതുക്കുകയാണ്. മറ്റ് നടപടികളിലേക്കൊന്നും കടക്കുന്നില്ല എന്ന ഒരു ആരോപണം നിലവിൽ ഉയരുകയാണ്. ഇടത് അനുകൂല സിൻഡിക്കേറ്റാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തത് എന്ന ഒരു ആരോപണവും കൂടി ഒരു വശത്ത് ശക്തമാവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ്. പോലീസുകാരനെ ഭീഷണിപ്പെടുത്തിയതിന് അർജുൻ ആയങ്കിക്കെതിരെ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന നീക്കവുമായി പോലീസ് അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നോക്കാം. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. അർജുൻ ആയങ്കിയുടെ ഭീഷണി പോസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു. ഈ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യമായി പോലീസ് രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ അർജുൻ ആയങ്കിയുടെ ഭീഷണി പോസ്റ്റിൽ പോലീസ് കേസെടുത്തിരുന്നു. സമാധാനപരമായി പെൻഷൻ വാങ്ങി ശിഷ്ടജീവിതം നയിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്ത പോലീസുകാരനെതിരെ ഭീഷണി മുഴക്കിയത്. ഇതിന് പിന്നാലെയാണ് അർജുന്റെ ജാമ്യം റദ്ദാക്കണമെന്ന നീക്കവുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു അർജുൻ ആയങ്കി. ഇടയ്ക്ക് പാർട്ടി പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ അർജുനെയും സംഘത്തെയും കഴിഞ്ഞ മാസം 3-ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് അർജുൻ ആയങ്കി കോതമംഗലം CIക്കെതിരെ ഫേസ്ബുക്ക് കുറിപ്പ് വഴി പരസ്യ ഭീഷണിയും അധിക്ഷേപവും നടത്തിയത്. ആ റിസോർട്ടിൽ പാർട്ടി നടത്തി കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് ആയങ്കി സംഘം പിടിയിലായത് എന്നാണ് പോലീസിന്റെ ഭാഷ്യം. എന്നാൽ അർജുൻ ആയങ്കി പറയുന്നത് ഒരു വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി എത്തിയവരാണ് ഞങ്ങൾ. അത്തരത്തിൽ ഞങ്ങൾ ആ വിവാഹ പയ്യൻ ഞങ്ങൾക്ക് തങ്ങാൻ വേണ്ടി എടുത്തു തന്ന റിസോർട്ടിൽ ഇരിക്കവെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തത്. അത് തനിക്കും കൂടെയുള്ളവർക്കും തങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടുന്ന സാഹചര്യത്തിലേക്ക് അറസ്റ്റ് നയിക്കപ്പെട്ടു എന്നതടക്കമുള്ള വാദമാണ് അർജുൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. A1 ക്രൈം നമ്പർ 665/2026 എന്ന് പരാമർശിച്ചുകൊണ്ടുള്ള ആയങ്കിയുടെ കുറിപ്പ് ചർച്ചയായതിനു പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ ജാമ്യം റദ്ദാക്കുക എന്ന നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ പോലീസിന് നീക്കം വന്നതോടെ ഇതിന് മറുപടിയുമായി അർജുൻ ആയങ്കി ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. എന്താണ് അർജുൻ്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന ആപ്തവാക്യം അലങ്കരിക്കുന്ന കോടതി മുറിയിലേക്ക് സത്യസന്ധമായി നിയമം നടപ്പിലാക്കേണ്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിരപരാധികളായ മനുഷ്യരെ പ്രതികാര മനോഭാവത്താൽ കള്ളക്കേസ് ചുമത്തി ഹാജരാക്കുമ്പോൾ അവിടെ കോടതിയെ കബളിപ്പിച്ച് നീതിപീഠത്തെ കരിവാരി തേക്കുന്നത് ആ പോലീസുകാരനാണ്. പ്രാഥമിക അന്വേഷണത്തിൽ പകൽ പോലെ വ്യക്തമായ നിരപരാധിത്വം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങി ഒരു കൂട്ടം കുടുംബങ്ങളെ കണ്ണീർ കുടിപ്പിച്ച അധികാര ദുർവിനിയോഗം നടത്തി കൊടിയ കുറ്റകൃത്യം ചെയ്തത് ആ പോലീസുകാരനാണ്. 10 പേരെ പാതിരാത്രിക്ക് പിടിച്ചുകൊണ്ടുവന്ന് കേസ് ഹിസ്റ്ററി പരിശോധിച്ച് ഭൂതകാലത്ത് ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് 6 പേർക്കെതിരെ കുറ്റം ചുമത്തി ഒരു തരത്തിലും ജാമ്യം നേടി മോചിതരാവാതിരിക്കാൻ പാതിരാത്രി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിച്ച് ജയിലിൽ കിടക്കവേ ജാമ്യാപേക്ഷയിൽ റിപ്പോർട്ട് ചോദിച്ച കോടതിയെ 4 ദിവസം
കാത്തിരിപ്പിച്ച് കുറ്റബോധമില്ലാതെ മനസാക്ഷി കുത്തില്ലാതെ പരമാവധി ഞങ്ങളെ ജയിലിൽ കിടത്തി ഉപദ്രവിച്ച, ഞങ്ങളുടെ വാഹനങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ച, മൊബൈലുകൾ പിടിച്ചെടുത്ത് ഉപജീവനം താറുമാറാക്കിയ, ആകെ മൊത്തം ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു പോലീസുകാരനാൽ ജീവിതം തല കീഴായി മറിഞ്ഞ ഒരു മനുഷ്യജീവിക്ക് അയാളോട് എന്ത് വികാരമാണ് തോന്നുക? അത് തന്നെയാണ് ഞാൻ എഴുതിയതും പറഞ്ഞതും പ്രകടിപ്പിച്ചതും. സത്യം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ തൊഴിൽ ധർമ്മം മറന്ന് ഒരു കൂട്ടം മനുഷ്യരെ തന്റെ അധികാരം ഉപയോഗിച്ച് കൊടിയ ക്രൂരതയ്ക്കിരയാക്കിയ, അനേകം അമ്മമാരെയും ഭാര്യമാരെയും പ്രയാസത്തിലാക്കി വേദനിപ്പിച്ച, നിയമവിരുദ്ധ കുറ്റം ചെയ്ത പോലീസുകാരൻ ആ സേനയിൽ തുടരാൻ അർഹനല്ല. അത് ഈ നാടിന് തന്നെ ഭീഷണിയാണ്. നിങ്ങൾക്കിത് നിരന്തരം കേൾക്കുമ്പോൾ മടുക്കാം. ബാധിക്കപ്പെട്ട അനുഭവിച്ച നമ്മൾക്ക് അത് അങ്ങനെ മറക്കാനോ പൊറുക്കാനോ സാധിക്കുന്നതല്ല. ഇന്നലെ ഞങ്ങളെങ്കിൽ നാളെ നിങ്ങളിൽ ഒരാളായിരിക്കും. ഇനി ഒരാൾക്കും നമ്മുടെ ഗതി ഉണ്ടാകരുത് എന്ന ദൃഢനിശ്ചയത്തിൻ്റെ പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ നിയമ പോരാട്ടം ഞങ്ങൾ തുടങ്ങുന്നത്. പറഞ്ഞു വരുമ്പോൾ ഞാൻ അനുകൂലിക്കുന്ന എൻ്റെ പാർട്ടിയുടെ കാവൽ സർക്കാരിൻ്റെ അവസാന ദിവസമായ 3-ാം തീയതിയാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് എൻ്റെ പാർട്ടിയാണ് ഇതിന് ഉത്തരവാദി എന്നാണ് UDF ന്യായം. എങ്കിൽ എൻ്റെ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ എനിക്ക് കിട്ടാത്ത നീതി ഞാൻ എതിർത്തിരുന്ന UDF സർക്കാരിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എന്നിരുന്നാലും ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് മുൻപാകെ ഞാൻ ഈ വിഷയത്തിന്മേൽ നിവേദനം നൽകും. ഈ പച്ചയായ പോലീസ് ഗുണ്ടായുസത്തിനെതിരെ അദ്ദേഹം നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും ഈ അന്യായത്തിനെതിരെ സാധ്യമായ ഇടങ്ങളിലെല്ലാം പരാതി ബോധിപ്പിച്ച് ഈ കൊടിയ നിയമവിരുദ്ധ അരാജക പ്രവർത്തികൾക്കെതിരെ നീതി ലഭിക്കും വരെ പ്രയത്നിക്കും. ഇത് കേവലം ഒരു രാഷ്ട്രീയ പകപോക്കലോ വ്യക്തിവിരോധമോ മാത്രമല്ല, കൈക്കൂലി വാങ്ങിയിട്ടുള്ള കൊട്ടേഷൻ പ്രവർത്തനമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഏതൊരു സാധാരണക്കാരനും വിശ്വാസവും പ്രതീക്ഷയും കൈവിടാതിരിക്കാൻ സത്യം ജയിച്ചേ പറ്റൂ. ദുരിതപൂർവമാണ് മുന്നിലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങി പുറപ്പെട്ട ജീവിത സമരമാണിത്. രാഷ്ട്രീയ ഭേദമന്യേ നീതിബോധമുള്ള സകല മനുഷ്യരും ഐക്യപ്പെടുക എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് അർജുൻ ആയങ്കി ഇപ്പോൾ തൻ്റെ ജാമ്യം റദ്ദാക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും എന്താണ് പൊതുജനങ്ങൾ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് കമൻ്റ് ഇട്ടിരിക്കുന്നത്, കമൻറ്റിലൂടെ ജനങ്ങൾ എന്താണ് പ്രതികരിക്കുന്നത് എന്നുകൂടി നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ഒരു അയവ് വന്നിരിക്കുന്നു എന്ന് ജനങ്ങൾ കാട്ടി. ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് സർക്കിൾ, അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വലിയ രീതിയിലുള്ള ഭീഷണിയാണ് അർജുൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റിനൊരു അയവ് വന്നിരിക്കുന്നു. ഇപ്പോൾ നിന്റെ ഭാഷയ്ക്കൊരു ശുദ്ധി വന്നിരിക്കുന്നു. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലല്ലേ നീ ആ CIക്കെതിരെ പോസ്റ്റ് ഇട്ടത്? അന്ന് കമൻറ്റ് ബോക്സിൽ തീയും പുകയുമായി വന്നവരെയൊന്നും പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഓടി ഒളിക്കും. സോഷ്യൽ മീഡിയയിലുള്ള അനുകൂല കമൻസ് കണ്ട് ചാടി പുറപ്പെടാതെ ഇരിക്കുക, സത്യം ജയിക്കട്ടെ എന്നാണ് ഒരാൾ കമൻറ്റ് കുറിച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അതിൻ്റെ ഫലം എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു കിട്ടും. താങ്കളും സംഘങ്ങളും നിരപരാധിയായിരുന്നു അറസ്റ്റ് ചെയ്ത സമയത്തെന്ന് പറയുന്നു. നിരപരാധികളായവരെ കണ്ണീർ കുടിപ്പിച്ചു എന്നും പറയുന്നു. എന്നാൽ ഒരു കാര്യം ചിന്തിക്കണം, നിങ്ങളാരും ഉപ്പ് സത്യാഗ്രഹത്തിലോ സ്വാതന്ത്ര്യ സമരത്തിലോ പങ്കെടുത്ത് മുൻപ് ജയിലിലായവരല്ല എന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നു. കൊട്ടേഷൻ സംഘങ്ങളിലെ പ്രധാന കണ്ണികളായിരുന്നു നിങ്ങൾ, അതായത് പൈസ കിട്ടിയാൽ എന്തും ചെയ്യുന്ന കുറ്റവാളികൾ. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. നിങ്ങൾ കാരണം എത്ര പേർക്ക്, എത്ര കുടുംബങ്ങൾക്ക് കണ്ണീര് കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇല്ലെങ്കിലും പണ്ട് നിങ്ങളുടെ ഉദ്യോഗം എന്തായിരുന്നു എന്ന് അറിയാം. അപ്പോൾ പിന്നെ നിങ്ങൾ ആക്രമിച്ച ഇരകൾ, അവരുടെ കുടുംബാംഗങ്ങൾ കണ്ണീര് കുടിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ പിന്നെ നിങ്ങളുടെ കണ്ണീരിന് എന്ത് വില? എൻ്റെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒരു ആക്ഷേപമോ അവഹേളനയോ ആയി കാണേണ്ട, സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയം മാത്രമാണ് എന്ന് ഒരു വ്യക്തി കമൻ്റ് ഇട്ടിരിക്കുന്നു. മറ്റൊരു വ്യക്തി പറയുന്നത്, ഒരു പോലീസുകാരനാൽ ഞാൻ എന്ന വ്യക്തി എല്ലാവരാളും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് മാനസികമായി വലിയ സമ്മർദ്ദം അനുഭവിച്ച് വീട് വിട്ടു പോകേണ്ട അവസ്ഥ. അതുകൊണ്ട് തന്നെ എനിക്കിത് മനസ്സിലാകുമെന്ന് മറ്റൊരു വ്യക്തി പറയുന്നു. എന്തായാലും ഇത്തരത്തിലാണ് ഈ ജനങ്ങളൊക്കെ പ്രതികരിക്കുന്നത്.